അപ്പം ആ സീരിയസ് ആയിട്ടുള്ള വിഷയത്തിനെ ഒന്നും ഞാനിനി വ്യക്തിഹത്യ പോലെ വരുന്നതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എന്നാലും മനുഷ്യ സമൂഹത്തിൽ മനുഷ്യർക്ക് അത് പറ്റിപ്പോയി. ഇപ്പം ഞാനിങ്ങനെ ഇപ്പോൾ ആരെങ്കിലും വ്യക്തിപരമായിട്ട് ഇതൊക്കെ പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്, വ്യക്തിഹത്യ അല്ല. ഇപ്പം ഞാൻ തന്നെ ഇങ്ങനെ അധിക്ഷേപിക്കുമ്പോൾ ഈ പറയുന്ന വ്യക്തികൾ വിഷമിക്കരുത്. സത്യം പറഞ്ഞാൽ ഇത് നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ശ്രീജിത്തിനെ അധിക്ഷേപിക്കുന്നത് നല്ലതാണെന്ന് പറയുന്ന കണക്ക് ഈ ഞാനും ആരെങ്കിലും അധിക്ഷേപിക്കുന്നെങ്കിൽ അത് നല്ലതാണ്. നമ്മുടെ ആ ഇമേജും ദോഷവും കർമ്മദോഷവും ഒക്കെ പോയി അത് എന്നിലേക്ക് വരെയാണ്. എന്നിലേക്ക് വന്ന് എന്നിൽ നിന്ന് എന്നെ അധിക്ഷേപിക്കാൻ കുറച്ച് ആൾക്കാർ, നമ്മുടെ ഈ ചാനൽ മുതലാളിയും അവർ കുറച്ച് ആൾക്കാരുണ്ട്, അവരങ്ങ് എടുത്തോണ്ട് പോകും. അപ്പോൾ ഇതൊരു പ്രോസസ്സാണ്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ കുറ്റം പറയുന്നവരെ കഴുകി വൃത്തിയാക്കുകയാണ്. എന്നെ രക്ഷിക്കാനായിട്ട് കുറച്ച് ആൾക്കാരെ ഗുരു എന്നെ നിർത്തിയിട്ടുണ്ട് ഇതേപോലെ എന്നെ കുറ്റം പറയാൻ. അപ്പം ഞാൻ പറയുന്നു, ഇത് കുറ്റം പറയുന്നത് നല്ലതാണ്. ഗുരു തന്നെ വ്യക്തമായിട്ടൊരു ഗുരുവാണ്. എന്നെ കുറ്റം പറഞ്ഞു കളഞ്ഞു എന്ന് പറയും, പക്ഷേ കുറ്റം പറയുന്നത് നല്ലതാണ്. ഈ ദോഷം പോവുകയാണ്, അതിങ്ങനെ ആൾക്കാർ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഞാൻ പറയുന്നു, ആദ്യത്തെ ആ സന്യാസിനിയെക്കുറിച്ച്, ആ സന്യാസിനിക്കൊരു തെറ്റുപറ്റി. അതെന്താണ്? അത് ഗുരുവിനോട് ഏറ്റവും വലിയ ഒരു തെറ്റാണ് പറ്റിയത്. അപ്പം ആ സന്യാസിയെ ഗുരു വീട്ടിൽ കൊണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് ഗുരുവിന് മാത്രമേ ഇത് രക്ഷിക്കാൻ കഴിയൂ എന്ന് ബോധ്യം ഉണ്ടായിരുന്നുണ്ട്. ആ സന്യാസി പറഞ്ഞു, ഞാനിവിടെ ഒതുങ്ങി കഴിഞ്ഞോളാം എന്ന് അവർ പറഞ്ഞതാണ്. അപ്പോൾ ഗുരു എടുത്ത ഈ തീരുമാനം, അല്ലെങ്കിൽ ഗുരുവിനോട് വന്ന ഇത്രയും വലിയ ഗുരുനിന്ദ, ഈ വിഷയമൊന്നും പുള്ളിക്കൊരു വിഷയമേ അല്ല. അതൊന്നും പുള്ളിക്കൊരു വിഷയമല്ല. പുള്ളി ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ ശിഷ്യപൂജ അധിക്ഷേപിക്കണം. അതിനുവേണ്ടി മറ്റ് കാര്യങ്ങളൊന്നും ഒരു വിഷയമല്ല. ഇനി രണ്ടാമത്തെ സന്യാസിയെക്കുറിച്ച്, ഇപ്പോൾ രണ്ടാമത്തെ സന്യാസിക്ക് അധികാരത്തിലൊന്നും ഒരു താല്പര്യമില്ലെന്നാണ് പുള്ളി പറയുന്നത്. പക്ഷേ ഗുരു ശരീരത്തിലുണ്ടായിരുന്നപ്പോൾ അങ്ങനത്തെ ഒരു താല്പര്യത്തിൽ പ്രവർത്തിച്ച് ദർശന സ്വഭാവത്തിൽ തെറ്റ് വന്നപ്പോൾ ഗുരുവാണ് വർഷങ്ങളോളം മാറ്റി നിർത്തിയിരുന്നത് ദർശന സ്വഭാവത്തിൽ നിന്നും മറ്റ് അതുപോലത്തെ കാര്യങ്ങളിൽ നിന്നും. ഗുരു ശരീരത്തിൽ ഇരിക്കുമ്പോൾ മാറ്റി നിർത്തിയവരാണ്. അപ്പൊ ഇവരെ രണ്ടുപേരെയും ഗുരു ശരീരത്തിലിരിക്കുമ്പോൾ ഗുരു തന്നെ മാറ്റി നിർത്തിയിരുന്നവരാണ്. ഈ ദർശന സ്വഭാവത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് ഗുരു തന്നെ അവസാന വർഷങ്ങളിലെല്ലാം മാറ്റി നിർത്തിയിരുന്നതാണ്. പക്ഷെ അദ്ദേഹത്തിന് അതൊന്നും, ഗുരുവിന്റെ ആക്ഷൻ ഒന്നും പുള്ളിക്ക് പ്രശ്നമേ അല്ല. ഞാൻ അവരുടെ രണ്ടുപേരുടെ കാര്യം ഒരിക്കൽ ഗുരുവിനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഗുരു പറഞ്ഞത്, മോളെ അവരിൽ ആ തെറ്റ് വന്ന് അവരങ്ങ് താഴെ പോയി, ഇനി അവരത് സ്വയം തിരുത്തി വേദനിച്ച് കയറി വന്നാലേ പറ്റൂ. കൂടാതെ ഗുരു പറഞ്ഞു, ഇതെല്ലാം അവർക്ക് ഈ കാഴ്ചകളെല്ലാം കിട്ടിയ എങ്ങനെയാണ്? അത് ഞാൻ പിടിച്ചു കൊടുത്തതാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ ഈ ദർശനങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗുരുവിന്റെ ഭാഗത്ത്, ഗുരു സംസർഗത്തിൽ നിന്ന് ലഭിച്ചതാണ്. അപ്പൊ ഈ ഗുരു ചെയ്യുന്ന പ്രവൃത്തി ഒന്നും പുള്ളിക്ക്, ഗുരു എന്ത് ചെയ്താലും അതൊക്കെ പുള്ളിക്ക് ഒരു പ്രശ്നമല്ല. പുള്ളിയുടെ കാഴ്ചപ്പാടാണ് പുള്ളിക്ക് ശരി, പുള്ളി പറയുന്ന വ്യക്തികളാണ് ശരി. എന്നിട്ട് ഈ ശിഷ്യപൂജയെക്കുറിച്ച് പറയുമ്പോൾ അവസാനം വരെയും ഗുരു ഈ ദർശന സ്വഭാവത്തിലും എല്ലാ കാര്യങ്ങളും നോക്കി നിർത്തി. ഇപ്പം അമൃതയ്ക്ക് തെറ്റില്ല എന്ന് ആശയോട് നേരിട്ട് പറഞ്ഞേക്കുന്നു. അങ്ങനെ നമുക്ക് പലരിടത്തും പല രീതിയിലും നമുക്ക് അങ്ങനത്തെ ഉറപ്പ് കിട്ടിയിരിക്കുന്നു. എന്നിട്ട് എല്ലാ കാര്യവും ഗുരുവിനെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്ന ആ ഗുരു കൂടെ